നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കിരാത ഭരണമാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരൻ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത തരം അഴിമതികളും പ്രവൃത്തികളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അതൊന്നും വെളുക്കില്ല. കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഇതെല്ലാം പതിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം. 3ാം ടേമിലും അധികാരത്തിൽ വരാമെന്ന വ്യാമോഹത്തോടു കൂടിയിരിക്കുമ്പോഴാണ് പല വിഷയങ്ങളും ഒരു പ്രഹരങ്ങളായി CPMന്റെ മേൽ പതിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഉൾപ്പെടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിഷ പോറ്റിയെയും S രാജേന്ദ്രനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും പാർട്ടി വിട്ടുപോയി. പ്രാദേശിക നേതാക്കളിൽ പലരും പാർട്ടി വിട്ട് BJPയിലും കോൺഗ്രസിലും ഒക്കെ ചേക്കേറി. അതിനേക്കാൾ ഉപരി CPMന് ആഘാതം നൽകുന്നത് അമ്പലപ്പുഴയിൽ G സുധാകരൻ പാർട്ടി വിട്ടതാണ്. ഇന്നലെ അദ്ദേഹം പാർട്ടി വിട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചു. സ്വതന്ത്രനായി മത്സരിക്കാൻ താൻ തയ്യാറാണ്, താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. ഇതോടുകൂടി ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ തന്നെ CPM അനുഭാവികളല്ലാത്തവർ പോലും സുധാകരൻ്റെ ഈ ഒരു നിലപാടിൽ സന്തോഷിക്കുകയാണ്. കാരണം അഴിമതിയില്ലാത്ത ഒരു നേതാവാണ് G സുധാകരൻ. ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണവും ഉയർന്നിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല ഇന്നലെ സംഭവിച്ചത്. സുധാകരൻ്റെ ഈ ഒരു നിലപാടിന് ശേഷം CPMകാരും DYFIക്കാരും ഒക്കെ അവിടെ പരസ്യമായി പ്രകടനം നടത്തി. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങൾ മുഴക്കി. അതുപോലെ അവിടെ പോസ്റ്റർ ഒട്ടിച്ചു. വർഗവഞ്ചകന് മാപ്പില്ല എന്ന തരത്തിൽ പോസ്റ്റർ ഒട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ തന്നെ ഇന്ന് ബാനർ കെട്ടി. സുധാകരൻ്റെ വീടിന് പോലീസ് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം CPM എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CPMനും കേരളത്തിൽ ഇനി ഇന്ത്യയിൽ അവശേഷിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലും CPM ഇവിടെ നിന്ന് തുടച്ചു നീക്കിയാൽ, CPM എന്ന പ്രസ്ഥാനത്തെ തുടച്ചു നീക്കിയാൽ മാത്രമേ കേരളത്തിൽ ഇനി വ്യവസായങ്ങൾ വളരുകയും ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുകയും ചെയ്യൂ. അവിടെ വലത് ഭരണം വന്നാലും BJP ഭരിച്ചാലും ഒക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ CPM എന്ന പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇനി അവശേഷിക്കുന്നത് കുറേ ഗുണ്ടകൾ മാത്രമാണ്. ക്രിമിനൽ സ്വഭാവമുള്ള കുറേ പേർ മാത്രമാണ്. അന്തസ്സും ആഭിജാത്യവും മാനവും മര്യാദയുമുള്ള സുധാകരനെയും ആയിഷ പോറ്റിയെയും പോലെയുള്ള എല്ലാവരും പാർട്ടി വിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് EP ജയരാജൻ തന്നെ പാർട്ടി വിടാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയോട് ഇടഞ്ഞു നിന്ന് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം BJPയിലേക്ക് പോകാനുള്ള ചർച്ചകളൊക്കെ നടത്തിയത് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവരെയൊക്കെ വിരട്ടി നിർത്തുന്ന ഒരു കാഴ്ചയാണ്. അത് കണ്ണൂരാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വഴങ്ങുകയേ മാർഗമുള്ളൂ. എന്നാൽ സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ ഒരു അഴിമതി രഹിതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മേൽ അഴിമതിയുടെ കളങ്കം ഇതുവരെ പുരണ്ടിട്ടില്ല. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളടക്കം, ഏരിയ കമ്മിറ്റിയിലുള്ള നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും അടക്കം സുധാകരനെ അനുകൂലിക്കുന്നവർ രഹസ്യ യോഗം ചേരുന്നു എന്നുള്ളതാണ്. അതായത് അമ്പലപ്പുഴയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ വിജയിപ്പിക്കാം. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നത് എന്തായാലും പാർട്ടി അവർക്ക് ഗുണം ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു വലിയ വികാരമാണെങ്കിലും സുധാകരൻ എത്രത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി നിന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പോലും രക്തസാക്ഷിയായതാണ് ഈ പാർട്ടിക്ക് വേണ്ടി. ഇന്നലെയാണ് സുധാകരൻ അക്കാര്യം പോലും വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ രക്തസാക്ഷിയായതിനു ശേഷം ആ കേസ് നടത്താൻ പോലും പാർട്ടി തയ്യാറായില്ല. വീട്ടിലെ ആഞ്ഞിലി മരം മുറിച്ചു വിറ്റാണ് കേസ് നടത്തിയത് എന്നുള്ള കാര്യം ഇന്നലെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അത് അത്രത്തോളം അദ്ദേഹം പാർട്ടിയെ ചേർത്ത് വെച്ച, പാർട്ടിയെ നെഞ്ചേറ്റിയ ഒരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹം പാർട്ടിയെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. ഇത് തന്നെയാണ് ആയിഷ പോറ്റിയും ചെയ്തത്. അവർ ഒരിക്കലും പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല. അവരവരുടെ വഴിക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെയാണ് സുധാകരനും. ഒരിക്കലും പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് സുധാകരൻ ഒരു വാചകം പോലും പറഞ്ഞില്ല. സുധാകരൻ പറഞ്ഞത് കുറേ നേതാക്കളെയാണ്, പ്രാദേശികമായിട്ടുള്ള H സലാമിനെയും R നാസറിനെയും ഒക്കെ ലാക്കാക്കിയുള്ള, സജി ചെറിയാനെയും ഒക്കെ ലാക്കാക്കിയുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കാരണം ഇവരെ പോലെയുള്ളവരാണ് ഈ പാർട്ടിയെ ഇത്തരത്തിൽ
അധപ്പതിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ സുധാകരന് പിന്തുണ ഏറി വരികയാണ്. സുധാകരൻ മത്സരിക്കുന്നതിൽ അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് മാധ്യമങ്ങളിലൂടെ പലരും അത് പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് എതിർ കക്ഷികളിലുള്ളവർക്ക് പോലും സുധാകരന് നേർക്കില്ല. എല്ലാവരും സുധാകരൻ അനുകൂലമാണ്. കാരണം സുധാകരൻ ചില വിടുവായത്തങ്ങളൊക്കെ പണ്ട് പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു അഴിമതിയുടെ ഒരു ആരോപണം പോലും പുരണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് പാർട്ടിയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. സുധാകരന് കിട്ടുന്ന ഈ പിന്തുണയിൽ കണ്ണൂരും ആലപ്പുഴയുമാണ് പാർട്ടിയുടെ കോട്ട. അവിടങ്ങളിൽ പോലും പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുതിർന്ന നേതാവായ ഈ സുധാകരൻ തന്നെ വരുമ്പോൾ അദ്ദേഹം മറ്റാരും പാർട്ടി വിട്ടു പോകുന്നത് പോലെ അല്ല ജി സുധാകരൻ പാർട്ടി വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി ജനങ്ങളോട് വളരെ ഇടപഴകി ജീവിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞുവെച്ച, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷി ഉണ്ടായ സുധാകരനെ ഇത്തരത്തിൽ അവഹേളിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കൂടി പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന് മാത്രം എന്തിനാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം? ഇളമരം കരീമിനും എം ആരിഫിനും ഒന്നും ഈ നിയന്ത്രണം, തോമസ് ഐസക്കിനും ഒന്നും ഈ നിയന്ത്രണം ഇല്ലാത്തത് എന്താണ് എന്നുള്ളതാണ്. കാരണം അവരൊക്കെ പാർട്ടിയുടെ അഴിമതിക്കാർക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, നിലകൊള്ളുന്നവരാണ്, പിണറായി വിജയന് വേണ്ടി ഏറാൻ മൂളുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുന്നില്ല. പക്ഷേ അതുപോലെയല്ല സുധാകരൻ ആരുടെയും മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ്. മാനവും മര്യാദയുമുള്ള ഏകദേശം നേതാക്കളെല്ലാം പാർട്ടി വിട്ടുപോയി. അത് അവരുടെ സ്ഥാനമോഹം കൊണ്ടാണെന്ന് മാത്രം ഞാൻ കരുതുന്നില്ല. ഐഷ പോറ്റിയും ജി സുധാകരനും ഒക്കെ സ്ഥാനമാനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പാർട്ടി വിട്ടു പോയത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ പാർട്ടിയുടെ അപജയം, പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അവമതിപ്പ്, നേതാക്കൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണിക്കുന്ന അഴിമതി, ഇതൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാനുള്ള ഒരു വിമുഖത എന്തായാലും ജി സുധാകരനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞത്. എന്തായാലും സുധാകരൻ്റെ ഈ വിട്ടുപോകലും പ്രാദേശിക നേതാക്കളുടെ ഈ ഒരു സുധാകരന് അനുകൂലമായിട്ടുള്ള നിലപാടുമൊക്കെ ആലപ്പുഴയിലും ഈ CPM എന്ന പ്രസ്ഥാനം തകർന്നടിയുന്നതിന് കാരണമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.